ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോടൊപ്പം തന്നെ നമുക്ക് ചില ദേവീ ദേവന്മാരുമുണ്ട്. ആ ക്ഷേത്രങ്ങൾ ഇന്നും കനത്ത ഷെല്ലിങ്ങിലും ആക്രമണത്തിലും ഇന്നലെ നടന്ന കനത്ത ആക്രമണത്തിലും ഒരു പോറൽ പോലും വെക്കാതെ രാജ്യത്തിന് കാവലായി നിലകൊള്ളുന്നു. ആ ക്ഷേത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. 100 കോടിയിൽ പരം ജനത്തിൻ്റെ വിശ്വാസമാണ് ഒരിക്കൽ കൂടി സംരക്ഷിച്ചത്. പട്ടാളക്കാർക്കൊപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവങ്ങളുമുണ്ട് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ആ ക്ഷേത്രങ്ങൾ. അതിൽ പട്ടാള മേധാവിയുടെ ക്ഷേത്രം തൊട്ട് ദേവിയുടെ ക്ഷേത്രം വരെ നീണ്ടുകിടക്കുന്ന ഒരു പരമ്പര. അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് സിക്കിമിലെ ക്യാപ്റ്റൻ ഹർഭജൻ സിംഗിൻ്റെ ക്ഷേത്രം. ഹർഭജൻ സിംഗ് നമ്മുടെ ഒരു ക്യാപ്റ്റനായിരുന്നു, ഇന്ത്യൻ സേനയുടെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ക്ഷേത്രം വന്നത്. അദ്ദേഹം ഇപ്പോഴും ആ മേഖലയിൽ ആത്മാവായി പെട്രോളിംഗ് നടത്തുന്നു എന്നുള്ളതാണ് ജനം വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് സ്വപ്ന ദർശനത്തിലൂടെ ഉള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബാബ ഹർഭജൻ ക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. മറ്റൊരു ക്ഷേത്രം എന്ന് പറയുന്നത് താനൂത്ത് മാതാ ക്ഷേത്രമാണ്. ജയ്സാൽമീറിലായിരുന്നു. ഇന്നലെ പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ട ഇടമാണ് ജയ്സാൽമീർ. അവിടെയാണ് താനൂത്ത് മാതാ ക്ഷേത്രം. അതിർത്തിയിലെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1965 പാകിസ്ഥാൻ 3000ഓളം ബോംബുകളാണ് ഈ ക്ഷേത്രം തകർക്കുവാനും അതിൻ്റെ പരിസരം തകർക്കുവാനുമായി ഇട്ടത്. പക്ഷേ ഒറ്റൊരെണ്ണം പോലും പൊട്ടിയില്ല. ഇന്ന് ഈ ക്ഷേത്രം പരിപാലിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതുമൊക്കെ BSF ആണ്. മറ്റൊന്ന് മംഗളാമാതാ ക്ഷേത്രം നൗഷാര ജമ്മുവിലാണ്. രജൌരി അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. 1947 മുതൽ പാകിസ്ഥാൻ്റെ കനത്ത ഷെല്ലിങ്ങിനിടയിലും തലയുറപ്പോടെ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുന്ന മംഗളാദേവിയുടെ ക്ഷേത്രമാണ് ഈ രജൌരി അതിർത്തിയിലുള്ള മംഗളാ മാതാ ക്ഷേത്രം. മറ്റൊന്ന് പ്ലാറ്റോനാഥ് ബാബ മന്ദിറാണ്. കാർഗിലുള്ള ക്ഷേത്രമാണ്. അതായത് നായ്ക്കൾക്കൊപ്പം ധ്യാനമിരിക്കുന്ന ഒരു ബാബയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ആ ബാബ ആണ് അക്രമങ്ങളെ തടയുന്നതെന്ന് അവിടുത്തെ ജനം വിശ്വസിക്കുന്നു. അതായത് ഇന്ത്യയുടെ ആ ഒരു കരുത്ത്, സൈനിക കരുത്തിനൊപ്പം നമ്മൾ ഇന്നലെ നടത്തിയ ആ ഒരു പ്രത്യാക്രമണ കരുത്തിനൊപ്പം 140 കോടി ജനത്തിൻ്റെ കരുത്തിനൊപ്പം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവഗണങ്ങൾ കൂടി ഉണ്ട് എന്ന് പാകിസ്ഥാൻ ഛിന്ന ഭിന്നമായി പൊട്ടി തകർന്ന് ചിതറുമ്പോഴും അതിർത്തിയിലെ ക്ഷേത്രങ്ങൾക്ക് പോലും ഒരു കേടുപാടും പറ്റാതെ അത് സംരക്ഷിച്ച് നിർത്താൻ നമ്മുടെ സേനയ്ക്ക് കരുത്ത് പകർന്നുകൊണ്ട് ദേവീ ദേവന്മാരും നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.